HTML പേജസ് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആൻഡ് റൈറ്റർ ഫ്രീ HTML എഡിറ്ററാണ്. നമുക്കത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. നമ്മൾ ആൻഡ് റൈറ്റർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആൻ എന്നുള്ളതിൻ്റെ A സ്മോൾ ലെറ്റർ എടുക്കുക, റൈറ്ററിൻ്റെ W ക്യാപിറ്റൽ എടുക്കുക. ആൻഡ് റൈറ്റർ ഫ്രീ HTML എഡിറ്റർ, ഇതാണ് ആൻഡ് റൈറ്റർ ഫ്രീ HTML എഡിറ്റർ. ഇപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഓപ്പൺ എന്ന് വരുന്നു. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു HTML പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് HTML ടാഗാണ്. സോ നമ്മൾ ഇവിടെ HTML എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരുന്നുണ്ടാവും. നമ്മളത് സെലക്ട് ചെയ്യുന്നു, HTML ടാഗ്. അതിനുശേഷം അതിൻ്റെ ക്ലോസിംഗ് ടാഗ് നമ്മളിടുന്നു. ക്ലോസിംഗ് ടാഗ് ഇടാനായിട്ട് ഈ താഴ്ഭാഗത്തുള്ള ഇതിടുമ്പോൾ ഓൾറെഡി വരും. നമ്മൾ HTML എന്ന് കൊടുത്താൽ HTML ടാഗ് വന്നു. HTMLൻ്റെ ഓപ്പണിംഗ് ടാഗും വന്നു, ക്ലോസിംഗ് ടാഗും വന്നു. അതിനുശേഷം നമുക്ക് ഹെഡിങ് ആണ് വേണ്ടത്. സോ നമ്മൾ ഹെഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഹെഡ് ടാഗ് കഴിഞ്ഞിട്ട് നമുക്ക് ടൈറ്റിലാണ് വേണ്ടത്. നമ്മൾ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നു. ടൈറ്റിൽ, അതിനകത്ത് എന്ത് ടൈറ്റിലാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ഫസ്റ്റ് പേജ് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യാനായിട്ട് ഈ താഴ്ഭാഗത്തുള്ള ലെസ് ദാൻ കഴിഞ്ഞിട്ടുള്ള ലെസ് ദാനും ഈ ക്ലോസിംഗ് ടാഗ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസിംഗ് ടാഗ് വരും. ഹെഡ് ടാഗ് നമുക്ക് അവിടെ ക്ലോസ് ചെയ്യാം. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഇനിയാണ് നമ്മുടെ ബോഡി ടാഗ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ബോഡി ടാഗ് കൊടുക്കാം. ബോഡി ടാഗ് കൊടുത്തതിന് ശേഷം അതിനകത്ത് എന്താണോ നമുക്ക് സ്ക്രീനിൽ കാണേണ്ടത് ആ കാണേണ്ട കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. വെൽക്കം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. സോ വെൽക്കം എന്നുള്ളത് അവിടെ വന്നു. ഇനി നമ്മൾ ബോഡി ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. HTML ടാഗ് ഓൾറെഡി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജ് കാണാനായിട്ട് നമ്മുടെ പ്ലേ മാതിരി ഇരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. അവിടെ നോക്കുമ്പോൾ നമുക്ക് ആ പേജിൻ്റെ പ്രീവ്യൂ കാണാം. ഓക്കെ, നമുക്ക് ആ പ്രീവ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് എടുക്കുക. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സിമ്പിൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ പ്രീവ്യൂവിൽ ഇവിടെ ഒരു സിമ്പിൾ കണ്ടിരുന്നു. അതിന് കാരണം മിക്കവാറും ഈ ഹെഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ അവിടെ കിടന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നു. നമുക്ക് വീണ്ടും കണ്ടു നോക്കാം. ഇപ്പോൾ ആ സിമ്പിൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ സേവ് ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ first.html ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി സേവ് ചെയ്യും. ഇനി സേവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എവിടെയാണ് സേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യമേ നോക്കി വെക്കുക. ഏത് ഫോൾഡറിലാണ് എന്ന് നോക്കി വെക്കുക. അതിനുശേഷം ആ ഫോൾഡറിൽ പോയി ആ ഫയലിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ ബ്രൗസറിനകത്തേക്ക് അത് വന്നോളും. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഡോക്യുമെൻറ്റ്സിൽ ABC എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്തേക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഫയൽസ് എടുക്കുന്നു. അതിൽ ഡോക്യുമെൻറ്റ്സിൽ ഡോക്യുമെൻറ്റ്സിൽ ABC എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൽ first.html ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണമെന്ന് നോക്കും. നമുക്ക് ക്രോമിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ പേജ് കാണാൻ പറ്റും. പക്ഷേ ഇത് വളരെ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വലുതാക്കുമ്പോൾ ഈ സ്ക്രീനിൻ്റെ ഇതിൽ നിന്ന് അങ്ങ് ഔട്ടായി പോവുകയാണ്. എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ പേജ് കാണാൻ പറ്റുക. അപ്പോൾ ബ്രൗസറിനകത്ത് നമുക്കത് എടുത്ത് കാണാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു HTML പേജ്
നമ്മുടെ മൊബൈലിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ.